ഓക്കെ, താങ്കളും ആരോഗ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നതായി അറിയുന്നു. എത്രത്തോളം പരിക്കുണ്ട് മന്ത്രിക്ക്? മന്ത്രിക്ക് ഗുരുതരമായ പരിക്കണമെന്നല്ല, അവരുടെ ശരീരഭാഷ എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്കൊന്നും അനങ്ങാൻ കഴിയുന്നില്ല. അവരുടെ കഴുത്തിന് പ്രശ്നമുണ്ട്, കൈക്ക് പരിക്കുണ്ട്, കൈക്കും കഴുത്തിനും പരിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ അതിനർത്ഥം കയ്യേറ്റം നടന്നു എന്നുള്ളതാണ്, മാൻ ഹാൻഡ്ലിംഗ് നടന്നു എന്നുള്ളതാണ്. അത് ശരിയല്ല. ജനാധിപത്യ സമൂഹത്തിനകത്തൊരു മന്ത്രിയെ, അതും ഒരു വനിതാ മന്ത്രിയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയാണോ എന്നുള്ളത് കേരളീയ സമൂഹം തീരുമാനിക്കണം. ഒപ്പം ഈ സമരത്തിൽ നിന്ന് UDF നേതൃത്വം അവരെ പിന്തിരിപ്പിക്കണം. ഇത്തരം സമര രീതികൾ അതൊരു ശരിയായ രീതിയല്ല. ഇപ്പം പ്രതിഷേധങ്ങൾ നടത്തി അതിലൂടെ വന്ന ആളുകളാണല്ലോ ഞാൻ, സ്പീക്കർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഞങ്ങളൊക്കെ ഉയർന്നത് സമരത്തിലൂടെയാണ്. അപ്പൊ സമരത്തിലൂടെ ഉയർന്നു വന്ന ആളുകളാണ് നമ്മളൊക്കെ. സമരം നമ്മൾ ഒരിക്കലും പറയാം. പക്ഷെ ഈ രീതിയിലേക്ക് ഇപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് സമരം നടത്തി. ഞങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ മന്ത്രിയെ കയറ്റം ചെയ്യുന്ന രീതിയിൽ ശരിയുണ്ടായിട്ടില്ല. മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. അല്ലാതെ മന്ത്രിയെ തെരുവിൽ വന്ന് കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ ആരും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതൊരു സമരമെന്ന് പറയുന്നില്ല, സമരാഭാസമാണ്. തീർച്ചയായും ഇപ്പോൾ ജനാധിപത്യപരമായി ഒരു സമരം നടത്തുക, പ്രതിഷേധിക്കുക എന്നുള്ളത് കാണുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഒരു വനിതാ മന്ത്രിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം, അത് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് ഇവർ ഇരച്ചെത്തുകയായിരുന്നു. മന്ത്രി എങ്ങനെയാണ് അതിനിടയിൽ പെട്ടുപോയത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ്. ഇവർ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ സെക്കൻഡിലേക്ക് വരിക. അപ്പൊ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് കാത്തു നിൽക്കുമ്പോഴാണ് ഇവർ അസ്വസ്ഥരായി. ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയ സാഹചര്യം. അപ്പോഴാണ് ഇവരുടെ ഗവൺമെന്റ് പറയുന്നവരെ കയ്യേറ്റം ചെയ്തു എന്നുള്ള കാര്യം. അപ്പൊ കഴുത്തിനും കൈക്കും പരിക്കുണ്ട്. അവരിപ്പോ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പോലീസുകാര് ഉണ്ടായിരുന്നോ മന്ത്രിയുടെ കൂടെ ആവശ്യത്തിനായി? ഇപ്പൊ ദൃശ്യങ്ങളിലടക്കം പോലീസുണ്ട്. പോലീസ് മന്ത്രിയുടെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഇറങ്ങുന്ന സമയത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഏതായാലും ഇത് ശരിയല്ല. ഒരു വനിതാ മന്ത്രിയെ തെരുവിലിരുന്ന് സമരം നടത്താൻ ആർക്കും അവകാശമുണ്ട്. അതും ഒരു കണ്ണൂർ ജില്ലയിൽ നിന്ന് അവരുടെ മണ്ഡലത്തിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ കുറെ പ്രോജക്ട് ഉദ്ഘാടനത്തിൽ വന്നതാണ്. അത്തരം ഉദ്ഘാടനത്തിൽ വന്ന മന്ത്രിയെ കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് രീതി? ഇതൊരു ജനാധിപത്യമാണ്. ഇതാണോ രീതി? അപ്പൊ ഈ രീതി ശരിയല്ല എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. ഇത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം.